നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അഭിലാഷ്, ഇപ്പോൾ ആ ക്രെയിനുമായി അർജുന്റെ ട്രക്ക് ബന്ധിപ്പിക്കുകയാണ്. അതിനായുള്ള വലിയ വടം അവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വാഹനം മുകളിലേക്ക് എത്തുന്നതിനായി വാഹനത്തിന്റെ മുൻ ചക്രങ്ങളിൽ അത് ബന്ധിപ്പിക്കുകയാണ്. മുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ക്രെയിനുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാഹനത്തിന്റെ അർജുന്റെ ട്രക്കിന്റെ മുൻഭാഗത്ത്, ക്യാബിൻ ഭാഗത്ത് ഇപ്പോൾ വലിയ വടം ഉപയോഗിച്ച് ബന്ധിക്കുകയാണ്. ആ ടയറിന്റെ ഇപ്പുറത്തുള്ള ഭാഗത്ത് ബന്ധിപ്പിച്ചതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് വാഹനം ഉയർത്തിയെടുക്കുക. അതിനുള്ള നീക്കങ്ങൾ ഇനിയിപ്പോൾ കരയിലേക്ക് വാഹനം കൊണ്ടുവരിക. അർജുൻ്റെ മൃതദേഹം പൂർണ്ണമായി കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ദേഹഭാഗങ്ങൾ ട്രക്കിൻ്റെ ക്യാബിൻ ഭാഗത്ത് ഉണ്ടാകാം. അതും പരിശോധിക്കുന്നത് കരയിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും. ഇപ്പോൾ കിട്ടിയ മൃതദേഹ ഭാഗങ്ങൾ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഡ്രഡ്ജറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രഡ്ജർ കരയോട് അടുപ്പിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഇപ്പോൾ മത്സ്യബന്ധന ബോട്ടിൽ എത്തി SDRFിൻ്റെ ആളുകൾ ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഈ ട്രക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. അഭിലാഷ്, ട്രക്ക് ഇനിയിപ്പോൾ മുകളിലേക്ക്, അതായത് റോഡിൻ്റെ നിരപ്പിലേക്ക് കൊണ്ടുവരിക. എത്ര മീറ്റർ ഉയരത്തിലാണിപ്പോൾ റോഡും ഈ താഴെയുള്ള പുഴയും നിൽക്കുന്നത്? സുജയ, ഏതാണ്ട് ഒരു 12-15 മീറ്ററോളം ഉയരമുണ്ട് ഈ പുഴയുടെ താഴ്ഭാഗത്ത് നിന്ന്, അതായത് ജലനിരപ്പിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക്. ഇവിടുന്ന് അതോടൊപ്പം തന്നെ ഉയരവും അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 20 മീറ്ററോളം നീളവുമുണ്ട്. ഈ ഭാഗത്തേക്കാണ് ഈ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അതിനുള്ള ബടങ്ങളാണ് ഇപ്പോൾ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രെയിനിൽ ഉറപ്പിച്ച നിലയിലാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ക്യാബിനുള്ളത്. ആ ഭാഗത്ത്, അതായത് താഴ്ഭാഗത്ത് അതിനെ ബന്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ക്രെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഭാഗം കൂടി വേർപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാരടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഈ ഭാഗത്തെ, അതായത് ഈ വാഹന ഭാഗത്തെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ ഭാഗം ഈ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം, ഇപ്പോൾ ട്രക്ക് മാറ്റി നിർത്താൻ പോകുന്ന ആ ഭാഗം നാളെ മുതൽ ഇവിടെ മണ്ണുമാന്തി പരിശോധന നടത്താൻ ഒരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തു. കാരണം ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയ്ക്ക് പിൻവശമുള്ള ഭാഗമാണിത്. ഒരുപക്ഷെ ഇവിടേക്ക് വീഴാനുള്ള ഒരു സാധ്യത കൂടി പരിഗണിക്കപ്പെട്ടത് കൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിൽ തെരച്ചിലേക്ക് പോകാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഏതായാലും ഈ ഭാഗം കോൺടാക്ട് പോയിന്റ് 2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് ശേഷം മതി അത്തരത്തിലൊരു പരിശോധന എന്നൊരു തീരുമാനത്തിൽ എത്തിയോടുകൂടിയാണ് ഇന്ന് ഈ ഭാഗം നീക്കാതിരുന്നത്. ഏതായാലും അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. ആ ട്രക്ക് ഈ ഭാഗത്തേക്ക് തന്നെ, അതായത് ലക്ഷ്മൺ നായിക്കിൻ്റെ ഈ ചായക്കടയ്ക്ക് പിൻവശത്തേക്ക് തന്നെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക്, അതായത് ലക്ഷ്മൺ നായിക്കിൻ്റെ കടയിൽ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ബെഡം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടിലെത്തിയ മത്സ്യബന്ധന തൊഴിലാളികൾ അവിടുന്ന് മാറുകയാണ്. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഇത് മുകൾ ഭാഗത്തേക്ക്, ഈ ബെഡത്തിൻ്റെ മറ്റേ അറ്റം മുകൾ ഭാഗത്തേക്ക് എത്തിച്ച് മുകൾ ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്ന ക്രെയിനുമായി ബന്ധിപ്പിക്കും. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ ഏതായാലും ഇത് മുകളിലേക്ക് എത്തിക്കും. ഈ മേഖലയിലൊക്കെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്തിക്കുന്ന അതേ ക്രെയിൻ തന്നെയാണ് ഇതും എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് കാർവാർ മേഖലയിൽ കാളി നദിയിലൊക്കെ ഈ ഇത്തരത്തിൽ അപകടം ഉണ്ടായപ്പോൾ ട്രക്ക് വീണപ്പോൾ അതിനെ പുറത്തേക്ക് എത്തിക്കുന്നതും ഇതേ ട്രക്ക് തന്നെ ഉപയോഗിച്ചായിരുന്നു, ഇതേ ക്രെയിൻ ഉപയോഗിച്ച് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഏതായാലും ഇതിന് കുറേ കൂടി ഏതാണ്ട് ഒരു 10 മീറ്ററോളം മുൻഭാഗത്തേക്ക് ഇതിൻ്റെ ആ കൈഭാഗം നീക്കാൻ കഴിയും. അതിനുശേഷം അതിനെ ഉയർത്തിക്കൊണ്ടും അതോടെ നിരക്കിക്കൊണ്ടുമായിരിക്കും ഇതിനെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഏതായാലും വളരെ നിർണായകമായ ഒരു സമയത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഈ അർജുൻ്റെ ട്രക്ക് മുകൾ ഭാഗത്തേക്ക്, അതായത് ഈ അപകടത്തിൽപ്പെട്ട് താഴോട്ട് പോയ ആ ഭാഗത്തേക്ക് തന്നെ എത്തിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ്. ദേശീയപാത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ IRBയുടെ ഉദ്യോഗസ്ഥരും അടക്കം, അതോടൊപ്പം തന്നെ NDRFിൻ്റെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് കമ്പനി ജീവനക്കാരൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ടും അതോടൊപ്പം തന്നെ പോലീസ് ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുമാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഈ വാഹന ഭാഗം പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഇപ്പോൾ ഈ ക്രെയിനിലുള്ള ആ കേബിളുകൾ താഴോട്ട് വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് ഇതിലൂടെ ഹൂക്ക് ചെയ്ത്, അതായത് ഇതിൻ്റെ യന്ത്രക്കൈകളിലേക്ക് ഹൂക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് വലിക്കുന്ന രീതിയിലായി, താഴെയുള്ള ഈ വടത്തിലേക്ക് കെട്ടുന്ന രീതിയിലായിരിക്കും അതിനെ കൊണ്ടുവരിക. അതിനുശേഷം അതിനെ കറക്കി എടുത്തുകൊണ്ടും ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും മുകളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് അവലംബിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ പ്രവൃത്തിയിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ ആ കേബിളിൻ്റെ ഭാഗം താഴ്ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. നമുക്ക് പൂർണ്ണമായും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ അഭിലാഷിന്റെ ക്യാമറയിൽ ആ ദൃശ്യങ്ങളുണ്ട്, പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ഇനിയിപ്പോൾ മുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ക്രെയിനിലേക്ക് ഹുക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ക്രമീകരണമാണ് അവിടെ നടത്താൻ പോകുന്നത്.
അവിടെ നേരത്തെ കണ്ടെത്തിയ ഒരു ലോഹഭാഗമൊക്കെ മാറ്റിയിടുന്നു. അതിനുശേഷം താഴേക്ക് വരികയാണ്. ഇപ്പോൾ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായുള്ള കരാർ കമ്പനിയിലെ ആളുകളടക്കം ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും അവർ ഇവിടെ ഉണ്ട്. കാരണം ഇന്നലെ തന്നെ ഇവരോട് ഈ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയത്. പക്ഷേ ഈ ഡ്രഡ്ജർ കമ്പനി ഉടമ മഹേന്ദ്ര ഓഗ്രെ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ഈ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് വിട്ടു നൽകണം. കാരണം ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ നടത്തണം. CP പോയിന്റ് 2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടത്തണം. അതിനുശേഷം മതി ഇവിടെയുള്ള ഒരു മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ എന്ന് ഒരു നിർദ്ദേശം അവരുടെ ആവശ്യം മുന്നോട്ട് വരികയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിവെക്കുകയും നാളെ മുതൽ ഇത്തരത്തിൽ ഇവിടെ തെരച്ചിൽ നടത്താനൊരു നീക്കം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ദേശീയപാത ഉദ്യോഗസ്ഥരും ഈ കമ്പനിയുടെ, അതായത് ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ ജീവനക്കാരുമാണ് ഇവിടെയുള്ളത്. അവർ തന്നെയാണ് ഈ വാഹനഭാഗം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇപ്പോഴുള്ളതും. അവർ ഈ ഈ ബടത്തിലേക്ക് കൊളുത്താനുള്ള ഒരു ശ്രമമാണ്. അത് ലോക്ക് ചെയ്താൽ മാത്രമേ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. താഴ്ഭാഗത്ത് ഇപ്പോൾ ഇതിനകം തന്നെ ട്രക്കിൻ്റെ താഴ്ഭാഗത്ത് ചേസിനോട് ചേർന്ന് ഇപ്പോൾ ഈ ഭാഗം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ബടത്തിൻ്റെ മുകൾ ഭാഗം ഈ ക്രെയിനുമായി ഉള്ള ആ ഇരുമ്പ് കേബിളുകൾ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഈ ക്രെയിനിൻ്റെ മുകൾ ഭാഗത്തിന് ഏതാണ്ട് ഒരു 10 മീറ്റർ വരെ മുന്നോട്ട് തള്ളി നിർത്താനുള്ള ഒരു ശേഷി കൂടിയുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ഭാഗത്ത് ഇപ്പോൾ ഈ ലൈനുകൾ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനുകൾ അവിടെയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിക്കുമെന്ന് നമുക്ക് തടസ്സം സൃഷ്ടിക്കാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും അത് നേരത്തെ അവിടെ സ്ഥാപിക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ള ആശങ്കയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത്തരത്തിലൊരു ആശങ്ക ഏതായാലും ആ ഭാഗം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. കൊളുത്ത് ആ മുകൾ ഭാഗത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിലേക്ക് ഇരുമ്പ് കേബിളുകൾ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും കേബിളുകൾ ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ക്രെയിൻ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ക്രെയിനിൽ നിന്നുള്ള കണക്റ്റിംഗ് കേബിൾ ഇപ്പോൾ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന കയറിലേക്ക് ഹുക്ക് ചെയ്യുകയാണ്. അതിനുള്ള ശ്രമമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം അർജുൻ്റെ ട്രക്ക് മുകളിലേക്ക് വലിച്ചു കയറ്റും. ഇപ്പോൾ സമയം 5:30 ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ ഈ പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കുന്നതിനായുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ദേശീയപാത കരാർ കമ്പനിയുടെ NX66 കരാറെടുത്ത കമ്പനിയുടെ ആളുകളടക്കം അവിടെയുണ്ട്.